ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം. കേരളം ലക്ഷ്യമിടുന്ന ഒരു വൈജ്ഞാനിക സമൂഹത്തെ വാർത്തെടുക്കുന്നതിനായി വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ സമഗ്ര വികസനം കൈവരിക്കുന്നതിനും അറിവ് നേടുന്നതിനും പ്രശ്നപരിഹാരം നടത്തുവാനും കഴിയുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഓരോ വിദ്യാലയത്തെ മാതൃകാ വിദ്യാലയമാക്കി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേൽനോട്ടത്തിലും നേതൃത്വത്തിലും നടത്തുന്ന ഒരു പരിപാടിയാണ് മാതൃകാ വിദ്യാലയം 2023-24. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ തൃക്കൊടിത്താനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഈ പദ്ധതി ഉൾപ്പെടുത്തിയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഫലപ്രദമായ പാഠ്യപദ്ധതി വിനിമയത്തിന് അനുയോജ്യമായ വിധത്തിൽ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുക എന്നത് മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അക്കാദമിക മികവിനോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പ്രചോദനാത്മകമായ വിദ്യാലയാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഗുണമേന്മയുള്ളതും ആകർഷകവുമായ ഇരിപ്പിടങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കുന്നതിനായി 275 കസേരകൾ വാങ്ങി. ഓഡിറ്റോറിയത്തിൽ സ്ഥിരമായി പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, കർട്ടൻ, ടേബിൾ ക്ലോത്ത്, പോഡിയം തുടങ്ങിയവ സ്ഥാപിച്ചു. കുട്ടികളുടെ മികവുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി കബോർഡ് നിർമ്മിച്ചതോടൊപ്പം ഫയലുകൾ സൂക്ഷിക്കുന്നതിനായി ഓഫീസ് കബോർഡും വാങ്ങിച്ചു. പ്രാവ്, മറ്റ് ഇഴജന്തുക്കൾ തുടങ്ങിയവയുടെ നിരന്തരമായ ശല്യം ഒഴിവാക്കി വായുസഞ്ചാരമുള്ള മുറികൾ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്മാർട്ട് ക്ലാസ് റൂമിലെ എയർ ഹോളുകൾ ഇരുമ്പ് ഗ്രിൽ ഉപയോഗിച്ച് അടച്ച് സുരക്ഷിതമാക്കി. പഠന ബോധന വിഭവങ്ങൾ GHSS തൃക്കൊടിത്താനം സ്കൂളിനെ മോഡൽ സ്കൂൾ എന്ന പദവിയിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി 22/11/2023 പുതിയ SRG തീരുമാനപ്രകാരം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ഉറപ്പാക്കുന്നതിനായി ലാബുകൾ, ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയവയുടെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു. സയൻസ്, ഗണിത, സോഷ്യൽ സയൻസ് ലാബിലേക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ ലഭ്യമാക്കി. കുട്ടികളുടെ വൈവിധ്യമാർന്ന കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായി ആവിഷ്കരിച്ച ടാലന്റ് ലാബിന്റെ ഭാഗമായി നാടൻ പാട്ടിൽ അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുന്നതിനായി നാടൻപാട്ട് കലാകാരൻ ശ്രീ പ്രസാദ് പനച്ചിക്കാടിന്റെ നേതൃത്വത്തിൽ 23/1/2024 ഏകദിന ശില്പശാല നടത്തി. കുട്ടികളുടെ സംഗീത അഭിരുചികൾ വർദ്ധിപ്പിക്കുന്നതിനും വാദ്യോപകരണങ്ങളിൽ പരിശീലനം നൽകുന്നതിനുമായി കൈമണി, ഫ്ലൂട്ട്, കിലുക്കം, ടാമ്പറിംഗ് ഫൈബർ, ട്രിപ്പിൾ, ഡോൾ, ബുള്ളറ്റ് ആഷ, ഗിറ്റാർ, ബോങ്കോസ്, മൊറോക്കോസ് എന്നിവ വാങ്ങി. ജൈവ വൈവിധ്യം എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഒരു ചുവർ ചിത്രം ക്ലാസ് 5Bയിലെ ചുവരിൽ ചിത്രീകരിക്കുകയും സ്കൂളിന്റെ മുൻവശത്തായി സൈൻ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ക്ലാസ് ലൈബ്രറികൾ വിപുലീകരിക്കുന്നതിലേക്കായി 11 അലമാരകൾ വാങ്ങി. സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിലായി 3 ക്യാമറകൾ സ്ഥാപിച്ചു. HDMI കേബിളും ലഭ്യമാക്കി. സ്കൂളിലെ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം സുഗമമാക്കാൻ ചില പ്രത്യേക സംവിധാനങ്ങൾ സ്കൂളിൽ ഒരുക്കി. സ്കൂളിലും പരിസരത്തുമുണ്ടാകുന്ന അഴുകുന്നതും അഴുകാത്തതുമായ മാലിന്യങ്ങളെ തരംതിരിച്ച് സംസ്കരിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ വാങ്ങുകയുണ്ടായി. അഴുകുന്ന മാലിന്യങ്ങളായ ഫുഡ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് ഇവ സംസ്കരിക്കാൻ ടെറാക്കോട്ട പോട്ടുകൾ, ബയോ ഡീകമ്പോസേഴ്സ്, EM സൊല്യൂഷൻ ഇവ വാങ്ങി. സ്കൂൾ പരിസരത്തിലുണ്ടാകുന്ന പേപ്പർ, കരിയില പോലെയുള്ള വസ്തുക്കൾ സംസ്കരിക്കാൻ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു ഇൻസിനറേറ്റർ സ്ഥാപിച്ചു. സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ബ്യൂട്ടിഫിക്കേഷനായി പണി ഉപകരണങ്ങൾ, ലീഫ് ആസ്പിറേറ്റർ, ലീഫ് കട്ടർ തുടങ്ങിയവയും ക്ലീനിങ് മെറ്റീരിയൽസും വാങ്ങി. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന വിഭാഗത്തെ കുടിവെള്ളം, പോഷകസമൃദ്ധമായ ആഹാരം, വെജിറ്റബിൾ ഗാർഡനിങ് എന്ന രീതിയിലാണ് വിഭജിച്ചത്. കുടിവെള്ളക്ഷാമം തൃക്കൊടിത്താനം സ്കൂളിൽ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയത്. അതിനാൽ തന്നെ കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകുന്നതിനായി നെക്ടർ എന്ന കമ്പനിയുടെ പ്യൂരിഫയർ വാങ്ങുകയും പാചകത്തിൻ്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് സ്കൂൾ നോൺ മീൽ പാചകപ്പുരയിൽ തന്നെ അത് സ്ഥാപിക്കുകയും ചെയ്തു. പോഷകസമൃദ്ധമായ ഫുഡ് നൽകുന്നതിനായി പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ചിക്കനോടൊപ്പം സാലഡ് ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമായ ഫ്രൈഡ് റൈസ്,
ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികൾക്കും നൽകാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷം തോന്നിയ അവസരമായിരുന്നു. ഓർഗാനിക് വെജിറ്റബിൾ ഗാർഡനിങ്ങിലേക്കായി പലതരം പച്ചക്കറികളും കപ്പയും കൃഷി ചെയ്തു വരുന്നു. കൃഷി ആവശ്യത്തിലേക്കുള്ള ജലം ശേഖരിക്കുന്നതിനായി ഒരു വാട്ടർ ടാങ്ക് കൂടി വാങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചു. വ്യായാമ വിനോദ സംവിധാനങ്ങൾ കുട്ടികളുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ വികസനത്തിന് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് അത്യന്താപേക്ഷിതമാണ്. കേരള ടീമിന്റെ ഹാൻഡ്ബോൾ കോച്ചായ കായികാധ്യാപകന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ ഹാൻഡ്ബോൾ കോർട്ട് ക്രമീകരിച്ച് എല്ലാ കുട്ടികൾക്കും ഹാൻഡ്ബോൾ കളിക്കുന്നതിനുള്ള അവസരം നൽകുവാൻ തീരുമാനിച്ചു. കുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനത്തിന്റെ ഭാഗമായി യോഗ, കരാട്ടെ തുടങ്ങിയവയുടെ പരിശീലനം ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു. കൂടാതെ ഏപ്രിൽ മാസം 15 മുതൽ ഹാൻഡ്ബോളിനായി സമ്മർ കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നതിനുള്ള തീരുമാനമെടുത്തു. സ്കൂളിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കി കുട്ടികൾക്ക് പഠന സാഹചര്യം ഒരുക്കുകയാണ് 6ാമത്തെ കമ്പോണൻറ്റിൻ്റെ ലക്ഷ്യം. സ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മിച്ചിരുന്ന ഫെൻസിങ്ങിൻ്റെ വലതുഭാഗത്തുണ്ടായിരുന്ന വിടവ് നികത്തിക്കൊണ്ട് ഫെൻസിംഗ് നിർമ്മിച്ചതോടൊപ്പം സ്കൂളിൻ്റെ വലതുവശത്തെ മതിൽ ഉയർത്തിക്കൊണ്ടും ഫെൻസിംഗ് സ്ഥാപിച്ചു. മുൻവശത്തെ സ്കൂൾ മതിലിൻ്റെ ഉയരം കുറഞ്ഞ ഇടതുഭാഗം ഇഷ്ടിക കൊണ്ട് ഉയർത്തിക്കെട്ടിയും സുരക്ഷിതത്വം ഉറപ്പിച്ചു. അഡാപ്റ്റീവ് എഡ്യൂക്കേഷൻ വിഭിന്നശേഷിയുള്ള കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പിലാകുന്നു. ഈ കുട്ടികളുടെ പഠനം രസകരവും ആകർഷകവും ആക്കുന്നതിന് അഡാപ്റ്റീവ് ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ സഹായം വളരെയധികം അത്യാവശ്യമാണ്. മോഡൽ സ്കൂളിൻ്റെ ഭാഗമായി അഡാപ്റ്റീവ് എഡ്യൂക്കേഷൻ മേഖലയിൽ ലഭിച്ച മുഴുവൻ തുകയും ഈ കുട്ടികൾക്കായി ലേണിംഗ് മെറ്റീരിയൽസ് വാങ്ങുന്നതിനായി ഉപയോഗിച്ചു. ഈ ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അക്കാദമികവും അതേപോലെ ഗെയിംസ്, ഡ്രോയിങ്, ക്രാഫ്റ്റ് വർക്ക് തുടങ്ങിയ പരിശീലനങ്ങൾ നൽകി വരുന്നു. സമഗ്ര വികസനവും ക്ഷേമവും എല്ലാ കുട്ടികളുടെയും സർവതോന്മുഖമായ വികസനത്തിന് തുല്യ അവസരങ്ങൾ പ്രദാനം ചെയ്യേണ്ടതുണ്ട്. സമൂഹബന്ധിത പഠനവും വ്യാപനവും, കലാകായിക വികസനം, ജീവിത നൈപുണി, തൊഴിൽ നൈപുണ്യ വികസനം ഈ മേഖലകളിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 4 വാർഡുകൾ ഉൾപ്പെടുത്തി കോർണർ PTA മീറ്റിംഗ് നടക്കുന്നു. ആദ്യത്തെ മീറ്റിംഗിൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്തു. തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്ത് EMS ഹാളിൽ വെച്ച് നടത്തിയ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്തു. കുട്ടികളുടെ മികവുകൾ അവതരിപ്പിച്ചു. കലാകായിക വികസനത്തിൽ ഉൾപ്പെടുത്തി നൃത്തശില്പശാല നടത്തി. കലാമണ്ഡലം അരുൺ S ആചാര്യയുടെ നേതൃത്വത്തിൽ ഓട്ടൻതുള്ളൽ പരിശീലനം നടന്നുവരുന്നു. പുണ്യ എന്ന പേരിൽ നടത്തുന്ന ശില്പശാലയിൽ യോഗ, ശാരീരിക മാനസിക അനുരൂപീകരണം, രാഗ താളലയ സംഗ്രഹണം, നൃത്താഭിനയ പരിശീലനം, രംഗ അവതരണം മുതലായവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സമൂഹബന്ധിത പഠനം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി തോട്ടയ്ക്കാടുള്ള സ്നേഹാലയം ശുശ്രൂഷ കേന്ദ്രം സന്ദർശിക്കുകയുണ്ടായി. കുട്ടികൾക്ക് ചെറുപ്പം മുതൽ കരുതലിന്റെയും പങ്കുവയ്ക്കലിന്റെയും സഹജീവികളോടുള്ള കരുണയുടെയും ആദ്യ പാഠങ്ങൾ പകർന്നു നൽകാൻ ഈ സന്ദർശനം ഉപകരിച്ചു. തൊഴിൽ നൈപുണി പരിശീലനം താല്പര്യമുള്ള കുട്ടികളെ തയ്യൽ പരിശീലിപ്പിക്കുന്നതിനായി തയ്യൽ മെഷീൻ വാങ്ങി. സ്കൂളിലെ ആർട്ട് ടീച്ചറിന്റെയും മറ്റൊരു പരിശീലകന്റെയും സഹായത്തോടെ കുട്ടികൾക്ക് തയ്യലിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. കമ്പോണന്റ് 9 9ാമത്തെ ഘടകത്തിന് 3 വിഭാഗങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. സ്കിൽഡ് ആൻഡ് സപ്പോർട്ടീവ് ടീച്ചേഴ്സ്, ട്രെയിനിങ് പ്രോഗ്രാം, നോ മൈ ചൈൽഡ് എന്നിവയായിരുന്നു അവ. സ്കിൽഡ് ആൻഡ് സപ്പോർട്ടീവ് ടീച്ചേഴ്സ് എന്ന വിഭാഗത്തിൽ അധ്യാപകരുടെ കാര്യക്ഷമതയും നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ വൈവിധ്യമാർന്ന ട്രെയിനിങ്ങുകൾ ആസൂത്രണം ചെയ്തു. ഇതിൽ 1ാമത്തെ വിഭാഗമായ സ്കൂൾ ബേസ്ഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ട്രെയിനിങ്ങിൽ 6 സെഷനുകളിലായി ക്ലാസുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 2 ക്ലാസുകൾ നയിച്ചത് UDNA എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ CEO എന്റർപ്രണറായ ശ്രീ സജിൻ സച്ചിദാനന്ദനായിരുന്നു. ICT അധിഷ്ഠിത പരിശീലന പരിപാടിയുടെ ക്ലാസുകൾ കൈകാര്യം ചെയ്തത് ICT റിസോഴ്സ് പേഴ്സണായ ശ്രീ തൈമോൻ K. ജോസ് ആണ്. അധ്യാപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള മോട്ടിവേഷൻ ക്ലാസുകൾ നയിച്ചത് മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീ AK. അപ്പക്കുട്ടൻ, ശ്രീമതി ഷിജി ജോൺസൺ എന്നിവരായിരുന്നു.
രണ്ടാമത്തെ വിഭാഗമായ പഠനോപകരണങ്ങളും യൂണിറ്റ് പ്ലാനുകളും വികസിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന് പ്രധാനമായും 2 സെഷനുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സെഷനിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നയിച്ചത് ശ്രീമതി ആശ ജോർജും സയൻസിൻ്റെ ക്ലാസ്സുകൾ നയിച്ചത് ശ്രീ ജോമോൻ കുരുവിളയും ആയിരുന്നു. രണ്ടാമത്തെ സെഷനിൽ ഗണിത വിഭാഗം അധ്യാപകർക്ക് ക്ലാസ്സുകൾ നയിച്ചത് ശ്രീ മനോജ് മാത്യു ആയിരുന്നു. പിന്നിംഗ് പ്രോഗ്രാം. വിദ്യാലയങ്ങൾ തമ്മിൽ പരസ്പരം ആശയങ്ങൾ കൈമാറുന്നതിൻ്റെ ഭാഗമായി വിവിധ സ്കൂളുകൾ സന്ദർശനം നടത്തുകയുണ്ടായി. ആദ്യമായി കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് ഗവൺമെൻറ് HSS, മക്കരപ്പറമ്പ് ഗവൺമെൻറ് HSS എന്നിവ സന്ദർശിച്ചു. 5 അധ്യാപകർ, PTA പ്രസിഡന്റ്, 15 വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടുന്ന ഒരു ടീമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. സ്കൂളുകളുടെ ഭൗതികവും അക്കാദമികവുമായ മികവുകൾ നേരിൽ കണ്ടു. ദേശീയ ഫുട്ബോൾ ടീം അംഗത്തിനെ ഇന്റർവ്യൂ ചെയ്തു. 5 അധ്യാപകരും UPയിലെ 20 വിദ്യാർത്ഥികളും അടങ്ങിയ ഒരു സ്കൂൾ ടീമാണ് പത്തനംതിട്ട ജില്ലയിലെ ബിലീവേഴ്സ് സ്കൂൾ സന്ദർശിച്ചത്. വിവിധ സ്കൂളുകളിലെ കുട്ടികളുമായി സംവദിക്കുന്നതിനും വ്യത്യസ്ത തലങ്ങളിലുള്ള അവരുടെ നേട്ടങ്ങളും മികവുകളും അതിനുള്ള പിന്തുണാ സംവിധാനങ്ങളും വിലയിരുത്തുന്നതിനും ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. നോ മൈ ചൈൽഡ്. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് കുട്ടിയുടെ പഠനത്തോടൊപ്പം കുടുംബ സാഹചര്യങ്ങളും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കുട്ടികളുടെ സമഗ്രമായ വിവരങ്ങൾ പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കുന്നു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ വിദ്യാർത്ഥികളുടെ വീടുകൾ അധ്യാപകർ സന്ദർശിച്ചു. ഗൃഹസന്ദർശനം വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മികവുകൾ പൊതുസമൂഹവുമായി പങ്കിടുക എന്ന ഉദ്ദേശത്തോടെ മികവുത്സവം നടത്തപ്പെട്ടു. പാഠ്യേതര രംഗത്തെ കുട്ടികളുടെ മികവുകൾ പ്രദർശനത്തിലൂടെയും അവതരണത്തിലൂടെയും പൊതു ഇടങ്ങളിലേക്ക് എത്തിച്ചു. മികവുത്സവത്തിൻ്റെ ആരംഭം കോർണർ PTA കേന്ദ്രീകരിച്ചായിരുന്നു. ജനുവരി 30 ശ്രീമതി മഞ്ജു സുജിത് ക്ലാസ് തല മികവുത്സവം ഉദ്ഘാടനം ചെയ്തു. വിഷയബന്ധിതമായി ക്രമീകരിച്ച വിദ്യാർത്ഥികളുടെ പ്രദർശന സ്റ്റാളുകൾ കാണാൻ ജനപ്രതിനിധികളും രക്ഷകർത്താക്കളും സമീപ വിദ്യാലയങ്ങളിലെ അധ്യാപകരും കുട്ടികളും എത്തിച്ചേർന്നു. മികവുത്സവത്തിൻ്റെ ഭാഗമാകാൻ ചങ്ങനാശ്ശേരി SP കോളേജ് ഗണിത വിഭാഗവും സെയിൻറ്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് റോബോട്ടിക്സ് വിഭാഗവും എത്തിച്ചേർന്നു. മികവുത്സവത്തിൻ്റെ സ്കൂൾ തല അവതരണം സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്നു. തിരുവാതിര, ഓട്ടംതുള്ളൽ, വഞ്ചിപ്പാട്ടുകൾ, സ്കിറ്റ്, കോറിയോഗ്രഫി തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ വിഷയാടിസ്ഥാനത്തിൽ വേദിയിൽ അരങ്ങേറി. മികവുത്സവം കുട്ടികളുടെ കഴിവുകളുടെ പ്രകാശന വേദിയായി മാറി. പ്രവേശനോത്സവം മുതൽ മികവുത്സവം വരെയുള്ള വിദ്യാലയ പ്രവർത്തനങ്ങൾ വീഡിയോ ഡോക്യുമെന്റേഷൻ ചെയ്തു. ദിനാചരണങ്ങൾ, റാലികൾ, പഠന നിലവാരം, പ്രദർശനങ്ങൾ, വേളകളിലെ പങ്കാളിത്തം, ക്ലബ് പ്രവർത്തനങ്ങൾ, മികവുകൾ തുടങ്ങിയവ ഡോക്യുമെന്റേഷനിൽ ഉൾപ്പെടുത്തി. വിദ്യാലയത്തിൻ്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയവയിൽ വിദ്യാലയ പ്രവർത്തനങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കുന്നു. ഒന്നേകാൽ നൂറ്റാണ്ടായി തൃക്കൊടിത്താനം ഗ്രാമത്ത് ജ്ഞാനജ്യോതിസായി നിലകൊള്ളുന്ന കലാലയ മുത്തശ്ശി തൃക്കൊടിത്താനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കളിയാരവങ്ങളും പഠനാനുഭവങ്ങളും നിറയുന്ന സവിശേഷമായ ഈ ലോകം കോട്ടയം ജില്ലയിലെ മാതൃകാ വിദ്യാലയമായി തലയെടുപ്പോടെ നിലകൊള്ളുന്നു. കുട്ടികളുടെ സമഗ്ര വികസനം മുന്നിൽ കണ്ട് വൈവിധ്യമാർന്ന കൂടുതൽ പ്രവർത്തനങ്ങളിലൂടെ തൃക്കൊടിത്താനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ യാത്ര തുടരുന്നു.